അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെയാലും ബാപ്റ്റിസ്റ്റിനെ ഇടപെടുത്തു. അത് ഞങ്ങൾ 4 ആമ്പിള്ളേർ മുകളിൽ താമസിക്കുമ്പോൾ വേറെ ആരെങ്കിലും മീരെ ശല്യപ്പെടുന്നതിന് ഈ ഞങ്ങൾ സമ്മതിക്കൂ? അല്ല, ഈ ഞാൻ സമ്മതിക്കൂ? മീരെ ശല്യപ്പെടുത്താൻ നമ്പർ തരൂ. മീരയ്ക്ക് മാത്രമല്ല ശല്യം മനിയ. ഓഹോ, ശരിയാക്കി തരാം. ആരായാലും അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. മീര, പാസ് മീ ദ നമ്പർ. 9846 9846 64 64 93 93 65. ഇപ്പൊ ശരിയാക്കി തരാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ആ ഇരിപ്പ്, അത് കാര്യമാക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ ശരിയായിക്കോളും. അപ്പോ ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നാണോ? അങ്ങനെയല്ല. പിന്നെ അടി കിട്ടിയ ഷോക്കിൽ ഇന്നത്തെ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുപോയിട്ടുണ്ട്. അതും തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. ചെറിയൊരു മിസ്സിംഗ്, അങ്ങനെ കൂട്ടിയാൽ മതി. ഡോക്ടർ, എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് ബിസിനസ് ഫേംസും ഡീലിംഗ്സും ഉള്ള ആളാണ് ഈ പാസ്പെസ്റ്റ്. അതുകൊണ്ട് ഈ ന്യൂസ് സ്പ്രെഡ് ഔട്ട് ആകരുത്. എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഈ മറവിയുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. മറ്റേതെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴേ അതിലെന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. സോ അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം. എക്സ്ക്യൂസ് മീ. ഓക്കേ, carry on. ഒറ്റയൊരുത്തന്നെ വിടരുത്. പ്രശ്നമാണ്. നമ്മൾ മേടിച്ച ക്ലോസറ്റ് പൊട്ടിച്ചത് വേറെ തന്നെ ഞാൻ പറഞ്ഞു രാത്രി കുത്തിരും തുളസിയുടെ ഭാര്യയും മോളെ ഫോൺ ചെയ്യുന്നേ. ആടാ തുളസി. തുളസിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ പെണ്ണാന്ന്. ഈ പെരട്ടക്കിളവനാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കൂ? എന്തായാലും എല്ലാവർക്കും കൂടെ കെട്ടി ഇറങ്ങാം. അയാളെ ബാപ്റ്റിസ്റ്റിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവന്മാരെങ്ങനെ ഇറക്കി വിടണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോളാ ഒരു 5-6 മാരി ആരുടെ മണം പിടിച്ച് വന്നാലും ഒരൊറ്റെണ്ണത്തിന് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല. You know me, been doing this from the start, man. Don't do gimmicks, this all comes from the heart, പറഞ്ഞ ഫ്രണ്ട് പ്ലീസ് വലിച്ചു കേട്ടടോ. ലെഫ്റ്റ് ലെഫ്റ്റ്. കാലി ഇനി എനിക്ക് പാടാൻ വയ്യ, ഞാൻ ചത്തു. നീ ചാവുന്നാടാ നല്ലത്. പന്നി കുറ്റപ്പെടുത്താണ്ട് ഒരു വഴി പറ. ആ ബാപ്റ്റിസ്റ്റിന് തലയിൽ പൊടിച്ചേക്ക് ഇനി ഇവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട. നമുക്ക് ഉമ്മന്റെ അടുത്തേക്ക് കൂട്ടാലോ? പോണ്ടിക്കോ?
എങ്ങനെ പോവാനാണ്? എന്റെ പൈസക്കില്ല ക്ലോസറ്റ് വാങ്ങിച്ച കൊണ്ട് പൊട്ടിച്ചില്ല ഈ സാധനം. കയ്യിലാന്ന് 10 പൈസ ഇല്ല. അരക്ക് ചുറ്റും സ്വർണം. ഓമനക്കുട്ടാ എന്തൊരു മതിലെന്റെ ദൈവമേ. നീ എന്തായാലും ചാടുമെന്ന് എന്റെ അപ്പൻ അറിയായിരുന്നു. താക്കോലൊന്നും വേണ്ടോ? ഇപ്പൊ ഭയങ്കര പരിപാടിയാണ്. ഇങ്ങനെ പോയാ പുരുഷ അനുഗ്രഹിക്കോ? അടിപൊളിയാണല്ലേ? എന്നാ ഇതല്ല, ഇതാണ് വണ്ടി. ജോലിയായിരിക്കും. ഫിയറ്റ്. അയ്യേ, ഇതാ ഓമനക്കുട്ടാ, നല്ല വണ്ടിട്ടാ. ദേ നോക്കിയത് ടയറുണ്ടായിരുന്നു. പാർക്കും. ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ല. ഇത് ഓഫ് ചെയ്ത സാധനം ഊരിക്കെ. എന്തിനു? എടാ ഊരി, ഇനി അത് മതി അവന്മാര് ട്രേസ് ചെയ്ത് പുറകെ വരാൻ. എടാ അത് കളയടാ, നമ്മള് പുതിയ ദിവസം മേടിച്ചിട്ടില്ലേ, പഴയത് കള. എന്തൊക്കെ പുതിയ പോലെ ഒപ്പിച്ചു വെച്ചോണം. എടാ ഒളിച്ച് കളയടാ, ആ പെണ്ണിന്റെ വിളിയല്ലേ വരുള്ളൂ. അടുത്ത് കള. അയ്യോ, അതിനകത്തൊരു 3 രൂപയുടെ പെണ്ണായിരുന്നു. വിളിച്ചു ചേർത്തിട്ട് വിളിച്ചോളായിരുന്നു. ഉമ്മനെ എന്തായാലും ഇപ്പൊ വിളിക്കണം. നേരം വിളിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അവൻ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കിടക്കായിരിക്കും. ആ ശരിയാ. പിന്നെ ഇതിനകത്ത് കിടന്നുറങ്ങാനോ? മറ്റേ ഐറ്റംസ് ഉണ്ട് ബാക്കില്, വെറുതെ ഇരിക്കും. അയാൾ ഇവിടെ വരുന്നില്ല. കൊച്ചിയിലൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് പോണ്ടിച്ചേരിയടാ. ആരോ മന്നുണ്ട് കേട്ടാ. അതേതാ വണ്ടി? ഇന്നോവ. പണി വല്ലതും ആണോ? ഇന്നോവ അല്ലല്ലോ. ബ്രദർ നേരെ പോയാൽ പോണ്ടിയെത്തോ? വന്ന വഴി തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പോണ്ടി എത്തൂല്ലോ. അപ്പം നേരെ തന്നെ വിട്ടോ. ഓമനക്കുട്ടാ, നീ ഇടി കൊള്ളൂ. നീ സണ്ണി വെറുതെ തോട്ടിയിടണ്ടോ? ഓമനക്കുട്ടനോട് സണ്ണി, അവനോട് ഒന്നുകുട്ടനവിടെ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. നിറച്ച ആൾക്കാര്. മൂത്രമൊഴിക്കാൻ പോയ അവൻ. മൂത്രം ഒഴിക്കാനാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണില്ലേ? അടിയനെ കൊണ്ട് അടുത്ത് ഇറങ്ങിയിരിക്കുകയായിരിക്കും. അവനിവിടെ കുത്തിയിരിക്കാനൊന്നും പറ്റില്ല. അതിന് വേറെ വല്ല പരിപാടി ഒപ്പിക്കുവോ? വേറെന്താ പരിപാടി ഒപ്പിക്കാനായിട്ട്? എടാ, ഇന്നലെ വന്ന വണ്ടിക്കാരൻ ബാപ്റ്റിസ്റ്റ് ആണല്ലായിരിക്കും. അയ്യോ ശരിയാണല്ലോ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടോ, ഓമനക്കുട്ടാ. സ്വിച്ച് ഓഫ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചോ. നാല് പേരുടെ ഒരു വഴിക്ക് വന്നിട്ട് ഇപ്പൊ അവനില്ലാണ്ട്
ബാപ്റ്റിസ്റ്റ് എന്നല്ല, ഒരുത്തനും നമ്മളവനെ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൂടുള്ള ഒരുത്തനാണ്. രാത്രി ഒന്ന് വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണം ഈ പ്രശ്നം ഉണ്ടായത്. വെറുതെ ഇരുന്ന ചെക്കനെ പിടിച്ചിട്ട് ബിസിനസ് മണ്ണാങ്കട്ട പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ അല്ല? അവന്റെ കാശിന് നീയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുട്ടടിക്കാനായിട്ട്. ആ എഴുന്നേറ്റാ സാർ എവിടെ ഇരുന്നു? ഞാൻ കഴിക്കാൻ പോയി. പല്ലിന് ഭയങ്കര ഗ്യാപ്പ് ഈടെയായിട്ട്. ഇത്രയും തിന്നിട്ട് അടഞ്ഞില്ലേ ഇത്? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങളെല്ലാം ഉറക്കുമായിരുന്നു, കഴിക്കാൻ പോയതല്ലേ. കൂട്ടാ നീ കാരണം എന്തൊക്കെ തലവേന കേറ്. വാ, വാ, വാ. ഞങ്ങൾക്കും വല്ലതും കയറ്റണം. ദാ സണ്ണി, വാ.